ഹലോ ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗോ അഹെഡ് എന്ന ഡ്രാമയുടെ 22 എപ്പിസോഡാണ്. ചെങ്ലിങ്ങിൻ്റെ അമ്മ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. കൂടെ അച്ഛനും ചെങ്ലിങ്ങും കൂടിയുണ്ട്. അച്ഛൻ പറയുന്നുണ്ട്, നീ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്നോടൊരു കാര്യവും പറയുന്നില്ല. ഇപ്പോൾ 1.5 കോടിയുടെ ഫ്ലാറ്റ് വാങ്ങുന്നുണ്ട്, നീ എന്തെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നല്ല കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത്, എൻ്റെ മകൾക്ക് വേണ്ടിയല്ലേ എന്നെല്ലാം അച്ഛനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ചൂടായ അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ചെങ്ലിങ് ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ലിങ്ങിൻ്റെ ബർത്ത്ഡേ ആയത് കാരണം ലിങ്ങിൻ്റെ അമ്മ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചപ്പോൾ സീഷോ പറഞ്ഞിരുന്നു, ഞാനാണ് കേക്ക് ഉണ്ടാക്കുന്നത് എന്നെല്ലാം. അപ്പോൾ ലിങ്ങിൻ്റെ അനുജത്തി സീഷോയുടെ ഷോപ്പിലേക്ക് വന്ന് കേക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ സീഷോ പറയുന്നുണ്ട്, ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം. അപ്പോൾ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ പോലും ഇത് ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ആ കേക്കിനുള്ള ക്യാഷ് എല്ലാം കൊടുക്കുന്നുണ്ട് സീഷോക്ക്. അങ്ങനെ അവരെല്ലാവരും കൂടി റെസ്റ്റോറൻറ്റിലേക്ക് ലിങ്ങിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ആഘോഷിക്കാൻ വന്നതായിരുന്നു. അപ്പോഴാണ് ലിങ് പറയുന്നത്, അതെന്താ സീഷോ വരാഞ്ഞത്? അപ്പോൾ ലിങ്ങിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അതെന്താ കാരണം, വന്നിട്ടില്ലല്ലോ അവൻ. ഇതെല്ലാം അവർ പറയുന്നുണ്ട്. അപ്പോഴാണ് ലിങ്ങിൻ്റെ അനുജത്തി പറയുന്നത്, അത് ഞാൻ പോയി കേക്കിനുള്ള ക്യാഷ് എല്ലാം വാങ്ങിയിരുന്നു. അപ്പോൾ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, അതായിരിക്കും കാരണം എന്നെല്ലാം പറയുന്നു. അപ്പോൾ ലിങ് അവളോട് ചൂടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അവളെ ചീത്തയൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞതാണ് അവളോടെന്ന്. ഇതെല്ലാം കേട്ട് ജിജിയാന് വളരെയധികം സങ്കടമാകുന്നുണ്ട്. ജിജിയാൻ്റെ അച്ഛനോട് അമ്മ എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോഴാണ് ജിജിയാൻ്റെ അച്ഛൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് അമ്മ ജിജിയാൻ്റെ അച്ഛനോട് നന്ദി പറയുന്നത്. കാരണം എൻ്റെ മകനെ ഇത്രകാലം നിങ്ങൾ നോക്കിയില്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. ലിങ് പറയുന്നുണ്ട് അമ്മയോട്, നിങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലല്ലോ, ഞാൻ എടുത്തു തരാം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അനുജത്തിയും പറയുന്നുണ്ട്, എന്നാൽ അമ്മ മാത്രം പറയുന്നുണ്ട് വേണ്ട എന്ന്. അനുജത്തി അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് വേണ്ട എന്ന് പറയാനുള്ള കാരണമെന്നെല്ലാം. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഏതായാലും വന്നില്ലേ, ഞാൻ നിൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോകാം, അവിടെ നിനക്ക് ഫിഷിംഗ് എല്ലാം ചെയ്യാം എന്നെല്ലാം പറയുന്നുണ്ട്. രാത്രി സീഷയും ജിതിയാനും കൂടി ചെറിയൊരു കേക്കുമായി വരുന്നുണ്ട്. ലിങ് അത് വളരെ സന്തോഷമായി കട്ട് ചെയ്യുന്നുമുണ്ട്. സീഷയുടെ അമ്മയെ കാണാൻ വന്ന ജിജിയാൻ്റെ അച്ഛൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ സീഷയെ കാണാൻ വരാത്തതിൽ എന്തോ ഒരു കാരണമുണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ വെറുതെ കളവ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇപ്പോൾ നിന്നെ മകൻ്റെ തന്നെ നോക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ജിജിയാൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സീഷയാണെങ്കിൽ നടന്ന സംഭവമെല്ലാം അവൻ്റെ ആൻറ്റിയോട് ചോദിക്കുന്നുണ്ട്. അവൻ്റെ നിർബന്ധത്തിൽ ആൻറ്റി അതെല്ലാം അവനോട് തുറന്നു പറയുകയാണ്. ആദ്യം സീഷയെ വിട്ട് അമ്മ ജോലിക്ക് പോയപ്പോഴാണ് അവിടേക്ക് ഒരു സ്ത്രീ വന്ന് അമ്മയോട് വഴക്കുണ്ടാക്കുന്നത്. അമ്മയുടെ മുടിയെല്ലാം പിടിച്ച് ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. വേദനിച്ച് അമ്മ അവരെ തട്ടുമ്പോഴാണ് അവർ അവിടെ പോയി വീഴുന്നത്. എന്നിട്ട് സീഷയുടെ അമ്മ ജിജിയാൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, ഇതെല്ലാം കാരണമാണ് ഞാൻ ജയിലിലായത്. ഇതെല്ലാം കേട്ടപ്പോൾ ജിജിയാൻ്റെ അച്ഛൻ നെട്ടുന്നുമുണ്ട്. ഇതെല്ലാം പറഞ്ഞ സീഷോ വളരെ സങ്കടത്തിൽ നടന്നു പോവുകയാണ്. അവനിരിക്കുന്നത് കണ്ട് ജിജിയാനും ലിങ്ങും അവിടേക്ക് വരുന്നുണ്ട്. ജിജിയാൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ സാഡായിരിക്കുന്നത്? അപ്പോൾ ലിങ് പറയുന്നുണ്ട്, ഒന്നും മിണ്ടല്ലേ ജിജിയാൻ, അവനൊന്ന് സമാധാനിക്കട്ടെ എന്നെല്ലാം പറയുന്നുണ്ട്. ജിജിയാൻ്റെ വീട്ടിൽ ലിങ്ങും ജിജിയാനും കൂടി ഇരിക്കുമ്പോഴാണ് അവിടേക്ക് അച്ഛൻ വരുന്നത്. അത് കണ്ട് അവർ വിട്ടിരിക്കുന്നുമുണ്ട്. ചീലിങ് അമ്മ ആഗ്രഹിക്കുന്ന ജോലിക്ക് പോകുന്നില്ല എന്നറിഞ്ഞ അമ്മ വീട്ടിൽ വന്ന് അവളെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ചീലിങ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് ഇതെല്ലാം കേട്ട് ദേഷ്യമായപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ
ആദ്യമെല്ലാം അമ്മ പറയുന്നത് മാത്രമാണ് കേട്ടത്. ഇനിയെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അമ്മ അവിടെ നിന്ന് പിണങ്ങി പോവുകയാണ്. അവിടേക്ക് ജിജിയാൻ വന്ന് അമ്മയെ സമാധാനിപ്പിക്കാനെല്ലാം നോക്കുന്നുണ്ട്. ടങ്സാൻ അവൾക്ക് ജോലിയില്ലാത്തത് എല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കിനി അഭിനയിക്കാൻ സാധിക്കില്ല എന്നാലോചിച്ച് വിഷമിച്ച് ഒരു സ്ഥലത്ത് ലേസും പിടിച്ച് അവൾ അവിടെ ഇരിക്കുകയാണ്. അതെല്ലാം കണ്ടുവന്ന സീഷയുടെ ഫ്രണ്ട് എന്താണ് കാരണമെന്ന് ടങ്സാനോട് തിരക്കുന്നുണ്ട്. അപ്പോൾ ടങ്സാൻ പറയുന്നുണ്ട്, ഞാൻ എന്താഗ്രഹിച്ചാലും ഒരിക്കലും അത് നടക്കാറില്ല. ഞാൻ ആദ്യത്തെ പോലെ ഹീറോയിനായി അഭിനയിക്കണമെന്ന് കരുതി ഇപ്പോൾ ഒരിക്കലും അത് നടക്കുന്നില്ല. ഈ മ്യൂസിക് ഷോപ്പിൽ ജോബ് ചെയ്യുന്നതൊന്നും എനിക്കൊരിക്കലും വർക്കാകുന്നില്ല. എന്നിട്ടും ഞാൻ അവിടെ പോകുന്നത് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും നിർബന്ധത്തിൽ കാരണമാണ് എന്നെല്ലാം ടങ്സാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കറിയുമോ, ഈ ലേസ് വരെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. എന്നിട്ട് വരെ ഞാൻ കഴിക്കാറില്ല. കാരണം എൻ്റെ ബോഡി ഞാൻ നോക്കുന്നുണ്ട്. എനിക്കൊരു വലിയ ഹീറോയിൻ ആവണമെന്നാണ് ആഗ്രഹം എന്നെല്ലാം പറഞ്ഞ് ടങ്സാൻ കരയുമ്പോൾ സീഷയുടെ ഫ്രണ്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ഗോ ഹെഡ് എന്ന ഡ്രാമയിലെ 22ാമത്തെ എപ്പിസോഡിലുള്ളത്.